ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ സുരേഷ് ഗോപി തൃശ്ശൂർ ജയിച്ചതിലുള്ള അസൂയയോ അല്ലെങ്കിൽ ആ കുരു പൊട്ടൽ കൊണ്ടൊക്കെ ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും എന്ന് വിചാരിക്കും. എന്തിന്? ഇനി അങ്ങനെ വിചാരിച്ചാലും എനിക്ക് കുഴപ്പമില്ല. നിങ്ങൾ അത് വെച്ച് തെറി പറഞ്ഞാലും എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഞാൻ ചെയ്ത ഒരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, പറയാനുള്ളത് പറയും, അത്രേ ഉള്ളൂ. എന്റെ അവകാശം എവിടെ? ഈ സുരേഷ് ഗോപി തൃശ്ശൂർ ജയിച്ചതിന് ശേഷം നമ്മൾ 1-2 ട്രോൾ വീഡിയോസ് നമ്മുടെ പേജിലും ചാനലിലും ഒക്കെ ആയിട്ടിട്ടുണ്ട്. നീ കേട്ടോടെ വേലപ്പാ, സുരേഷ് ഗോപി ജയിച്ചതിന് ശേഷം കുറേ ട്രോള് വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന്. ഈ വേട്ടാവളിയന്മാർക്ക് ട്രോള് വീഡിയോ അല്ലാതെ നേരിട്ട് മുഖത്ത് നോക്കി പറയാനുള്ള ചങ്കൂറ്റമല്ല. ഇവനൊക്കെ എന്തൊരു അക്കച്ചിമാര്. ഇവിടെ ഞാൻ ഈ വീഡിയോ കൂടെ ചെയ്യുകയാണ്. ഓ ഒളിച്ച് കാറിനകത്തിരുന്ന് ഒളിച്ച് വീഡിയോ ചെയ്തോ, വെളിയിറങ്ങരുത്. എന്റെ അവകാശം എവിടെ? ഞാൻ അങ്ങോട്ട് ട്രസ്പാസ് ചെയ്തിട്ടില്ല. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ സുരേഷ് ഗോപി തൃശ്ശൂർ ജയിച്ചതിലുള്ള അസൂയയോ അല്ലെങ്കിൽ ആ കുരു പൊട്ടൽ കൊണ്ടൊക്കെ ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും എന്ന് വിചാരിക്കും. അയ്യോ അങ്ങനെയൊന്നും ആരും വിചാരിക്കില്ല മക്കളെ. നീ ഒരു അക്കച്ചിയും പെണ്ണാണ ആയതുകൊണ്ടും ഇങ്ങനെ ഒളിച്ചിരുന്ന് പറയണമെന്ന് എല്ലാവരും വിചാരിക്കൂ. ഈ മാമനും അങ്ങനെ വിചാരിക്കൂ. പറ, ബാക്കി എല്ലാം പറ. അങ്ങനെയല്ല, ഇനി അങ്ങനെ വിചാരിച്ചാലും എനിക്ക് കുഴപ്പമില്ല. ചാന്ത് ഓട്ടെന്ന് വിളിച്ചാലും മക്കൾ കേട്ടോണ്ടിരിക്കും. അത് മാമൻ അറിയാം. ബാക്കി ഇവിടെ പറയടാ മക്കളെ, മാമൻ കേൾക്കട്ടെ. നിങ്ങൾ അത് വെച്ച് തെറി പറഞ്ഞാലും എനിക്ക് യാതൊരു പ്രശ്നമില്ല. എടാ പിള്ളേ, തെറി പറയാനും ഒരു യോഗ്യത വേണ്ടേടാ. അതിനുള്ള യോഗ്യത പോലും നിനക്കില്ലല്ലേ. പറയാനുള്ളത് പറയും, അത്രേ ഉള്ളൂ. പറയാനുള്ളത് പറയാനാണെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ളവർ നേരിട്ട് പറയും. അല്ലാതെ ഏതെങ്കിലും കാട്ടിനകത്ത് വണ്ടിയും കൊണ്ടിട്ട് ഒളിച്ചിരുന്നല്ല പറയാൻ ധൈര്യം ഉണ്ടെങ്കിൽ നേരെ പറയടാ ഇറക്കാ. ഈ സുരേഷ് ഗോപി ജയിച്ചതിന് ശേഷം സുരേഷ് ഗോപിയെ കാണാനായിട്ട് സുരേഷ് ഗോപിയുടെ വീട്ടിലേക്ക് ഒരുപാട് പേര് വരാറുണ്ട്. എടാ ബലപ്പാ, ഈ ചെറുക്ക ആരടാ? സുരേഷ് ഗോപി ജയിച്ചതിന് ശേഷം കുറേ ആളുകൾ കാണാൻ വരുമെന്ന്. ജയിക്കുന്നതിന് മുമ്പ് ഒരുപാട് ആളുകൾ കാണാൻ പറഞ്ഞുണ്ട്. എടാ, എൻ്റെ കൈ വാക്കി നീ ചെറുക്കനെ ഏച്ചു പോകാൻ പറ, ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം മാറും. ഏച്ചു പോകാൻ പറടാ, ഏച്ചു പോകാൻ പറ. സുരേഷ് ഗോപി ഇങ്ങനെ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഗേറ്റിന്റെ സൈഡിൽ ഒരു സ്ത്രീ വന്ന് നിൽക്കുന്നു. അയ്യോ നിൽക്കായിരുന്നാ? അയ്യോ, കസേര ഇട്ട് കൊടുക്കാൻ മറന്നുപോയി കാണും. എന്നിട്ട് ആ സ്ത്രീയുടെ അടുത്തേക്ക് ഈ അദ്ദേഹത്തിന്റെ കാർ ഡ്രൈവർ വണ്ടി ഒന്ന് സ്ലോ ചെയ്യുന്നു. അയ്യോ, സ്ലോ ചെയ്തത് തെറ്റായിപ്പോയി, കയറ്റി ഇറക്കണമായിരുന്നു അല്ലേ ഇറക്ക. അപ്പോൾ പെട്ടെന്ന് സുരേഷ് ഗോപി ഇങ്ങനെ പറയുന്നു, നിർത്തണ്ട വിട്ടോ എന്ന് പറയുന്നു. അയ്യോ, അതാണ് ആ കാര്യം. ആ സ്ത്രീരെന്ന് 8 രൂപ പലിശയ്ക്ക് ഇതുവരെ പൈസ സുരേഷ് ഗോപി വാങ്ങിച്ചിരുന്നു. അതുകൊണ്ടാണ് നിർത്തണ്ട വിട്ടു പൊയ്ക്കോന്ന് പറഞ്ഞത്. അയ്യോ പാവം. അല്ല, എനിക്ക് അറിയാൻ വേണ്ടി നിങ്ങൾ ആരാ? മാടമ്പി അല്ല, മാടൻ തമ്പുരാൻ. ബാക്കി പറയടാ എന്തരാണെന്ന് വെച്ചാ. കുഴപ്പമൊന്നും അല്ല, ഞാനായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവിടെ പ്രതികരിച്ചിരിക്കും. യമൻ പ്രതികരിച്ചിരിക്കുമെന്ന്. കാറിനകത്ത് ഒളിച്ചിരുന്ന് ഏതോ കാട്ടിനകത്തിരുന്ന് ഫോണിൽ കൂടെ പറയണ യമൻ പുളുത്തും. അത് മാന്യമായി പ്രതികരിക്കാൻ പറ്റിയ മാന്യമായി പ്രതികരിക്കും. ഇനി അല്ല, കുറച്ചും കൂടെ ഓവർ ആണെങ്കിൽ തിരിച്ചും അതേ ഓവറിൽ തന്നെ സംസാരിക്കും. എടാ ചെറുക്ക, മാന്യമായിട്ട് പ്രതികരിക്കുന്നത് ഫോണിൽ കൂടെയാണടാ. എടാ, ചോണയുണ്ടെങ്കിൽ നേരിട്ട് ചെന്ന് കാര്യം പറയടാ. സൂക്ഷിച്ച് നോക്കിയാൽ കാലിൽ കൂടെ പെടുക്കണവർ, മൂത്രം ഒഴിക്കണവരെല്ലാം ഫോണിൽ കൂടെ അങ്ങ് പ്രതികരിക്കാൻ തുടങ്ങിയ അയ്യേ നോട്ടി. അങ്ങനെങ്ങാണ് ഒരു വിചാരം ഉണ്ടെങ്കിൽ അത് 8ആയിട്ട് മടക്കി അങ്ങ് മടിക്കുത്തിന്റെ താഴെ കൊണ്ട് വെച്ചാൽ മതി. മടിക്കുത്തിന്റെ താഴെ മടി കനവില്ലാത്തത് നിന്റെ നേതാവിന്റെ കാലിന്റെ അടിയിൽ കൊണ്ട് വെച്ച് കൊടുത്താൽ മതി. ഏച്ചു പാടാർക്കാ. ഇതിന്റെ അടി വന്ന് തെറി പറഞ്ഞാലൊന്നും യേശുവില്ല ഇവിടെ. ഒന്നും യേശുവില്ലാന്ന്. എടേ, മാനം കെട്ടവന്റെ മടിയിൽ കനം തൂങ്ങിയ അവനെ അന്തം കമ്മി എന്ന് വിളിച്ചിടാം. യാത് വാ.